ബാർക്കോഴ കേസിൽ മന്ത്രി കെ എം മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF-ന്റെ നേതൃത്വത്തിൽ വടകര താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് വടകര MLA CK നാണു ഉദ്ഘാടനം ചെയ്തു. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. അഴിമതിവീരന്മാരായ മന്ത്രിമാർ രാജിവെക്കുക. കേരളത്തിലെ UDF-ലെ വിവിധ കക്ഷിയുടെ നേതാക്കൾ ഇതിന് സമാനമായ രൂപത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. ഒരു പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രി കോടിക്കണക്കിന് ഉറുപ്പിക അവിഹിതമായ രൂപത്തിൽ സമ്പാദിക്കുന്നു. അവർ പറഞ്ഞ പോലെ ബാറുകൾ നിർത്തലാക്കിയവർക്ക് തിരിച്ച് ബാർ കൊടുക്കാതിരിക്കാൻ ബാറുകൾ നടത്തുന്നവരുടെ അടുത്ത് പോരാ, ബാറുകൾ തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെടുന്നവന്റെ രൂപത്തിലുള്ള കോഴ പരിഹസിക്കുന്നു കേരളത്തിലെ ധനകാര്യമന്ത്രി. അതിന് കൂട്ടുനിൽക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. ഇവിടെ ശ്രീ വിജയൻ അതുപോലെ R ഗോപാലിനും കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് സമാധാനപരമായ പ്രക്ഷോഭം നടത്തി. ആ പ്രക്ഷോഭം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം നടത്താമെന്ന് പറഞ്ഞു. ഇന്ന് അതിനെ സംബന്ധിച്ചുള്ള വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്. ഇതിലാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളുകൾ പങ്കാളികളല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളുകൾ സാക്ഷികളല്ല. നേരെ മറിച്ച് UDF-ന്റെ ആളുകൾ. നമുക്ക് ആവശ്യമായ ജുഡീഷ്യൽ അന്വേഷണം നടത്താമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ, ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമരം പിൻവലിച്ചത്. EK വിജയൻ MLA അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ KK ലതിക MLA, KV കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ, EP ദാമോദരൻ, PV ബാലകൃഷ്ണൻ, K സോമശേഖരൻ, TV രാജൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. കേവലം നിസ്സാരമായ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഈ ഉമ്മൻചാണ്ടിയുടെ നേതാക്കന്മാർ പോലും രാജിവെച്ച ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ രാജിവെച്ച അനുഭവമുള്ള ഒരു പാർട്ടിയാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഇത്തരം ഒരു മാറ്റത്തിനൊരുങ്ങിയത്. മൻമോഹൻ സിംഗിന്റെ കാലയളവ് മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പ് മുതൽ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് എടുത്ത സമീപനത്തിന്റെ ഭാഗമായാണ് ഇന്ന് ദേശീയ ഗെയിംസ് നടക്കുമ്പോൾ കോമൺവെൽത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ട് കോടാനുകോടി രൂപയുടെ അഴിമതി നടത്തി CBI അന്വേഷണത്തിന്റെ ഭാഗമായി അതിന്റെ ചുമതലക്കാർ ജയിലുകളിലേക്ക് പോയത്. ഇന്ത്യയിലെ ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ, MP-മാർ ഉൾപ്പെടെയുള്ളവർ ജയിലറകളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. ആ ഒരു വഴിയിലേക്ക് കേരളത്തെ മാറ്റുവാൻ പരിശ്രമിക്കുമ്പോൾ ഈ രാജ്യത്തെ ജനാധിപത്യ ബോധമുള്ളവർ, ഈ നാട് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഈ രാജ്യത്ത് അഴിമതി